അപ്പോ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോ വീണ്ടും ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഒക്കെ കട്ടായിരുന്നു. പാൻ കാർഡ് കൊടുത്തപ്പോൾ അതിന്റെ ഫോട്ടോ എനിക്ക് തന്നെ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നീട് യൂട്യൂബിന് കാണാൻ പറ്റുന്നത്. അപ്പോ അത് പ്രോബ്ലം ആയിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടാ. വേറെ ഒന്നുമില്ല. എന്നാലും നമ്മള് ഇത്രയും എഫോർട്ട് എടുത്താൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വെറുതെ കളയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തുറന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാമന്റെ അവിടേക്ക് പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ മാമന്റെ അവിടേക്ക് പോവാട്ടാ. അപ്പോൾ മാമന്റെ അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരങ്കണ്ണി പൂരമാണ്. നമ്മൾ ഇന്ന് പോവും. നാളെ നമ്മൾ റിട്ടേൺ വരും. ഇന്ന് ഉണ്ണികൾക്ക് സ്കൂളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പോകണില്ല സ്കൂളിലേക്ക്. അയ്യോ എന്റെ മുടിയൊക്കെ ആകതായി. അപ്പോ അഭിയേട്ടനൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ദേ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ബൊമ്മൂനിയും നമ്മുടെ ബാക്കിയുള്ള നമ്മളെ അന്തേവാസികൾ നമ്മുടെ കോഴി താറാവിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ പോകാൻ നിൽക്കണിട്ടാ. നേരം വൈകി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോകേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ നേരം വൈകി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് ബൊമ്മും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് വേണ്ട പോണെങ്കിൽ. അപ്പൊ നമ്മൾ പോവാ. അപ്പൊ പോണ വിശേഷങ്ങള് ഇനി അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ടാറ്റാ. ചാർജർ എങ്ങാനും ഫോൺ ഡെഡായി കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ. അവിടെ വീട്ടില് ഒരു ചാർജറും 4 ഫോണും ഉണ്ട്. അപ്പൊ ഞാൻ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ. സീ യു. അങ്ങനെ നമ്മള് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഏട്ടന് കാറിന് നമുക്ക് പുക ടെസ്റ്റ് എടുക്കണം. സീറ്റ് ബെൽറ്റ് മുഖ്യം വെക്കില്ലേ അല്ല പിള്ളേരെടാ. എന്റെ മുടിയൊക്കെ വീണ്ടും ചുരുണ്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടാ ഒരു 10,000 രൂപ നിങ്ങൾ എടുത്തു വെച്ചോളൂ. അപ്പൊ ചേട്ടാ ഈ ദേശക്കാരനല്ലാന്ന്. അപ്പൊ ചേട്ടൻ ജിമ്മിന് പോയിട്ട് കംപ്ലീറ്റ് തടി കുറഞ്ഞോട് കൂടി ഡ്രസ്സൊക്കെ ഭയങ്കര ലൂസായി. ഞാൻ വയറും കൂടി ഒന്ന് കുറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ. വേറെ പെണ്ണ് അന്വേഷിക്കാം നമുക്ക്. ഓക്കെ എന്റെ പല്ല് നോക്കിയേ. ക്ലീൻ ചെയ്ത് തന്നൊരു കാര്യമില്ല. ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം തോന്നുന്നുണ്ട്. വെള്ളത്തിന്റെ പ്രശ്നമായിട്ടാ ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രശ്നമാണ്. ആ ഡോക്ടർ എന്നോട് ക്ലീൻ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുർവേദ മരുന്നൊന്നും കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് അതൊന്നും അനുസരിക്കില്ലല്ലോ. അത് കാരണം നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും ഇനി ക്ലാസ്സിന് പോകുമ്പോഴേക്കും നമുക്കത് റെഡിയാക്കണം. നമ്മള് പുക ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ ഇടയിൽ ഇതേ കുട്ടിപ്പട്ടാളങ്ങൾ തല്ലുകൂടുന്നു. അപ്പം ആ വീടി കൂടുന്നു. മുറ്റങ്ങളെ കൊണ്ട് തന്നെയുള്ളൊരു തൊഴിലക്കേട്. തല്ലുട്ടെ എപ്പോ നോക്കിയാലും തല്ലുട്ടം. പിന്നെന്താണ്. അപ്പൊ അഭിയേട്ടൻ പോയിട്ട് പുക ടെസ്റ്റ് എടുക്കട്ടെ. നമ്മളെ ആനക്കല്ലിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ പാർവതിയുടെ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. പാർവതിയുടെ സൈഡാണ് ആനക്കല്ല്. ഓക്കെ. അന്ന് നമ്മള് ശിവരാത്രിയുടെ അത് ഇവിടെ കിട്ടിട്ടൊക്കെയാണ്. അപ്പൊ അതേ പുക ടെസ്റ്റ് എടുക്കുക. അഭിയേട്ടൻ നമ്മളിനി ഏത് നേരത്താണാവ വീട്ടിലെത്താം. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഞം കഴിക്കുന്ന ടൈമിലേക്ക് തന്നെ അങ്ങോട്ട് എത്തോളൂ തോന്നുന്നുണ്ട്. അങ്ങനെ എന്റെ മുടി ചുരുണ്ടൂന്ന് ഞാൻ വെറുതെ പറഞ്ഞതാട്ടാ. ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണ കാരണം തോന്നുന്നുണ്ട് എന്റെ മുടി. പിന്നെ ഞാൻ ഈ ഭാഗത്തൊന്നും ഞാൻ വല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇത് കൊടുത്തില്ല. എനിക്ക് ഇത് ഇടുന്നത് എന്ത് ഇറിറ്റേഷൻ ആണെന്നറിയാം. പക്ഷെ ഇറിറ്റേഷൻ ആയിട്ട് കാര്യമില്ല. നമ്മളെന്തിനാണ് ഇതിടുന്നത്? സേഫ്റ്റി. പിന്നെ നമ്മള് ഫൈൻ കൊടുക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്യണം നിങ്ങൾ എന്തായാലും. അപ്പൊ നമ്മുടെ വണ്ടി ഓണാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ വണ്ടിയില് പുക ടെസ്റ്റ് എടുക്കുകയാണ്. ഓ ഭയങ്കര തലവേദന. ഇന്നലെ തൊട്ടിട്ട് ഭയങ്കര തലവേദന കേട്ടോ. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് വല്ല മെഡിസിൻ എന്തെങ്കിലും എടുത്ത് കഴിക്കണം. തീരെ പറ്റണില്ല. ഇനിയിപ്പോ ഈ ലോങ് ഡ്രൈവും കൂടി കഴിഞ്ഞ് വരുമ്പോ എന്താ വേണോ നമ്മുടെ ഏഴാങ്കല്ലി വീട്ടിക്ക് ഇവിടുന്ന് ഒരു 39-40 കിലോമീറ്ററോളം ഉണ്ട്.
അയ്യോ എനിക്ക് എന്റെ പല്ല് കാണുമ്പോഴും മഞ്ഞപ്പല്ല്. അങ്ങനെ നമ്മള് പുക ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി വീട്ടിൽ പോവുകയാണ്. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെവിടെ എത്തിന്ന് പറഞ്ഞേ, വാടാനപ്പള്ളി എത്തി. നമ്മള് ആനക്കല്ല് എത്തിയിട്ടുള്ള ആനക്കല്ല്. അന്നേരം നമ്മൾ ഇന്നോടെ പറഞ്ഞു വാടാനപ്പള്ളി എത്തിന്ന്. അച്ഛനറിയില്ല. വാവാ എന്തിനാടാ വാവാ ഫൈൻ കൊടുക്കണേ? നീ ഒന്ന് ഇറങ്ങിയിരുന്നേ. എനിക്ക് എന്റെ പല്ല് ആവശ്യമായിട്ട് എന്റെ പല്ല് ക്ലീൻ ചെയ്യാൻ എനിക്ക് പൈസ തരണം കേട്ടോ, അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് ക്ലീൻ ചെയ്യും. നോക്ക് എന്റെ പല്ലാകെ പല്ല് തേക്കണ്ടോന്നല്ല കേട്ടോ. നിങ്ങൾ ഇനി അത് പറഞ്ഞെന്നെ ഇതാക്കി എന്നെ തളർത്തരുത്, അല്ലെങ്കിൽ ഞാൻ തളർന്ന് ചത്തു. അമ്മ പല്ലേക്കാണോ സ്കൂളിൽ പോകുമ്പോ? ഇല്ല. നഗ്ന സത്യങ്ങൾ പുറത്തു വരുന്നു. അബിയുടെ പല്ലേക്കാരണ്ടാ? അബിയുടെ ജിമ്മിന് പോണാണ് പല്ലേക്ക്. നമ്മുടെ പല്ല് തേക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ആ മെഡിസിൻ എടുത്തേണ്ടേ, അത് മെഡിസിൻ എടുത്തേന്റെ വേറെ ഒന്നല്ല. അയ്യോ പല്ല് അതവിടെ കേട്ടെ. അതായത് ഞാൻ ഇനി ക്ലീൻ ചെയ്ത് റെഡി ആക്കിട്ടേ വരുള്ളൂ. നമ്മളിപ്പോ നമ്മളെ പെങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെയാണ് പോണത്. നമ്മൾ അങ്ങോട്ട് കയറില്ല. ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രതിമുള്ള ഒരു ആന. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലേ? എന്റെ ശബ്ദം കുറെ നാളായില്ലേ ഇങ്ങനെ ന്യൂസൻസ് പിടിച്ചിട്ട്. നമ്മൾ കേരള സ്റ്റേറ്റ് 127 ഒക്കെ പോണ്. പോലീസ് പിടിക്കടാ, അപ്പുറം പോയിരിക്കടാ, പോലീസ് പിടിക്കടാ. വാവനെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടും. എടാ ഞങ്ങള് പൂരം കാണാൻ പോകും. അച്ചാച്ചന്റെ അമ്മമ്മേരെ എടുത്തു വാവനെ അപ്പൂനെ നിർത്തി ഞാൻ വീണ്ടും പൂരം കാണാൻ പോവും. ഇല്ലാതെ അപ്പഴേന്ന് കോറസ് പാടി തുടങ്ങിയോടെ. അപ്പൊ വാവപ്പ കരയും. വാവ പാട്ട് കച്ചേരി തുടങ്ങൂ. അയ്യോ എന്റെ കയ്യൊക്കെ ഭയങ്കര വേദന. പൂരം കാണും. നമ്മളെ വീടിന്റെ അവിടെ ആനയൊക്കെ വരും കേട്ടാ. അയ്യമ്മേ കൊറേ നാളായിട്ട് ഇപ്പൊ ഫോണൊക്കെ ഇങ്ങനെ പിടിക്കാത്ത കാരണം കൈയൊക്കെ ഭയങ്കര വേദന. അതെന്നെ താടി വെച്ചിട്ടാ ഭംഗി, താടി വെക്കാണ്ട ഭംഗിന്ന് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞോളോ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അഭിയേണ്ട എനിക്ക് ബിയേർഡ് ആയിരിക്കുന്നതാണ് ഇഷ്ടം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താടി വേണം, എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷെ അഭിയേട്ടനിപ്പോ നമ്മള് പറയണൊന്നും അനുസരിക്കില്ല. അങ്ങനെ പുതിയ ലൈനൊക്കെ സെറ്റ് ആയിന്ന്. സെക്കൻഡ് വൈഫ് വരാ ചേട്ടാ വീട്ടേക്ക് വന്നു കഴിഞ്ഞാ എനിക്കാ പോന്നില്ല. കുടുംബകല ഉണ്ടാവില്ല കേട്ടോ അവിടെ, അത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അതിന് വലിയ സീനില്ല. പിന്നെന്താ ഇനിയിപ്പോ മാമന്റെ അവിടേക്ക് പോണ ഭാഗമൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് അറിയണല്ലേ, മാമന്റെ അവിടെ പോണ ഭാഗങ്ങളൊക്കെ. അപ്പൊ കൊറേ നാളായിട്ട് സത്യം അങ്ങനെ മാമന്റെ അവിടെ പോവാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. വന്നു കഴിഞ്ഞാൽ വീട്ടില് 100 കൂട്ടം പണി ഉണ്ടാവും. അപ്പൊ ആ ബേടനോട് ചോദിക്കും നിനക്ക് എന്തൊക്കെയാണ് വീട്ടില് പണിയുന്നു? ഒരു പണിയില്ലേ, വെറുതെ ഇരിക്കന്നെ. അത്ര തന്നെ അല്ലേ, അത്ര തന്നെ. നമുക്ക് വയ്യാണ്ടിരിക്കുന്നു കേട്ടാ, തൊണ്ടവേദന, ശബ്ദമൊക്കെ പോയി, ചുമ ഉണ്ടായിരുന്നില്ല. അല്ലോ ചേട്ടാ? ഓക്കെ ചേട്ടൻ ബോറടിക്കുന്നുണ്ട് എന്റെ കര ഇട്ടിട്ട്. പക്ഷെ എന്നാലും അന്ന് നമ്മള് കല്യാണത്തിന് പോയിട്ട് എന്റെ അടുത്ത് കൊറേ കുട്ടിപ്പട്ടാളങ്ങൾ വന്നു. ആന്റി യൂട്യൂബർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ശരിക്കും സർപ്രൈസ് പ്രൗഡ് മൊമെന്റ് ആയിരുന്നു കേട്ടാ, നല്ലൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അഭിയേട്ടൻ മസിൽ പിടിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഡ്രൈവ് ചെയ്യുമ്പോ നമ്മൾ കുറച്ച് മസിൽ പിടിക്കണം. ഞാൻ ഡ്രൈവ് ചെയ്യും, പക്ഷേ പേടിയാ. അപ്പൊ അത്രയുള്ളൂ. അപ്പൊ ഇനി നല്ല തിരക്കാണ് കേട്ടാ, നല്ല 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 ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അഭിയേട്ടൻ അതിവിദഗ്ധമായി വണ്ടി അത് ഓടിക്കുന്നു. അപ്പൊ നമ്മളിനി ഞാൻ വായിട്ട് അലച്ച് ബഹളം ഉണ്ടാക്കി അഭിയേട്ടന്റെ കോൺസെൻട്രേഷൻ പോവില്ല. എന്നുവെച്ചാൽ അഭിയേട്ടൻ യൂസ്ഡ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഓളി ബഹളം ഒച്ചപ്പാട് ബഹളമൊക്കെ കേട്ട് അങ്ങനെ യൂസ്ഡ് ആയി. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ കൊറേ നേരമായില്ലേ എന്റെ മോന്ത എങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന, ലൈവ് കാണുന്ന പോലെ ആയിട്ടുണ്ടാവില്ലേ നിങ്ങള്. ബോറടിപ്പിച്ച് ഞാൻ കൊല്ലുന്നില്ല. അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഞാൻ എക്സൈറ്റഡ് ആട്ടാ, മാമന്റെ അവിടെ പോണേന് എക്സൈറ്റഡ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. അങ്ങനെ നമ്മുടെ സ്വന്തം വാടാനപ്പിള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നമ്മളൊരു പൊട്ടുവെള്ളരി മേടിച്ചിട്ടുണ്ട്. നമ്മളെ അമ്മാമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പൊ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിന് കിലോന് എത്രയാ? 75 rupees. ഓക്കെ. അപ്പൊ നമ്മള് വാടാനപ്പിള്ളി എത്തിയിട്ടുണ്ട്. കറക്റ്റ് നമ്മള് തിന്നണ്ട നേരത്തെ തന്നെ അല്ലേ എത്തുള്ളൂ. അങ്ങനെയാ, ഇന്നലെ വരേണ്ടതായിരുന്നു. കുഴപ്പമില്ല, എന്ത് ചെയ്യാം.
എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടാ. കുറച്ചു നേരം ഞാൻ കണ്ണടച്ച് കിടന്നു. പക്ഷെ ഇവിടെ കുട്ടി പട്ടാളങ്ങളുള്ള കാരണം കണ്ടില്ലേ ഉറക്കമൊക്കെ അന്യമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെ എന്താ നോക്കൂ, കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ വാടാരപ്പള്ളി കാണുന്നു. കണ്ടോ വാടാരപ്പള്ളി, നമ്മുടെ ദേവിരമ്പലാണ് കേട്ടോ അവിടെ. അയ്യോ നല്ല ബ്ലോക്ക്. ഇവിടെ കാക മാറി. എന്താ ഞാൻ പോയോട് കൂടി ഇവിടൊക്കെ എന്ത് വൃത്തി വെച്ചു. വികസനങ്ങൾ വരട്ടെ, വികസനങ്ങൾ വരട്ടെ അല്ലേ? അതന്നെ വികസനങ്ങൾ വരട്ടെ. നമ്മളിവിടെ നിന്നൊക്കെ പൂരണ്ട് കേട്ടാ. വാടാനപ്പള്ളി ഇതില്ല, നമ്മളെ തൃത്തല്ലൂരിന്ന് അവിടെ നിന്നിട്ട് ഉണ്ട്. എന്റെ സൈഡ് കൊളത്തി പിടിച്ചു തേങ്ങ. പഴയ പോലത്തെ സ്റ്റാമിന ഇല്ല, ചാടി ചാടി നിൽക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം? അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മളുടെ മാമന്റെ അവിടെ വീട് എത്താറായിരിക്കുകയാണ്. നമ്മുടെ കടപ്പുറ സ്കൂളിന്റെ അവിടെ കണ്ടില്ലേ, അവിടെ അപ്രാവശ്യം എല്ലാ പ്രാവശ്യം ഉണ്ട് കേട്ടാ. ആന ഉണ്ടാവും. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. അപ്പൊ നല്ല 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 വെയിലാണ്, നല്ല നല്ല വെയിലാണ്. ഉച്ച നേരാണ്. അപ്പൊ നമുക്ക് സമയം ഒരു മണി ആവാറായിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിനെ പോവുകയാണ്. എങ്ങടെ പോവുകയാണ്? നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അതെ ഇവിടെ ഉണ്ടാവും. മറ്റേ ചേട്ടന്റെ പേരെന്തുട്ടാ? വീട്ടിലുണ്ടാവും. ഞാൻ മറന്നു പോയി. അമ്പസാല ഇവിടെ സ്ഥലം മാറിയിട്ടാ. ഇവിടെ ആകെ മാറി. ആന വണ്ടി കിടക്കണ്ട ഇവിടെ. നമ്മുടെ കൊറത്തീരമ്പലത്തിന്റെ അവിടെ ഉണ്ടാവും. ഇവിടെ കൊറത്തീരമ്പലത്തിന്റെ അവിടെ ആന വന്നിട്ടുള്ളത്. ആന വണ്ടി. അപ്പൊ നമ്മളെ വീടെത്തിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മളിതാ നമ്മളുടെ ഏഴാങ്കല്ല് വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല നമ്മളെ റോഡ് എന്ന് വെച്ചാൽ നമ്മളെ ഈ 2 വീട്ടുകാർക്കുള്ള റോഡാട്ടത്. വഴിയാണിത്, വഴി. ഓക്കെ, അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട്. പറമ്പേർക്കുണ്ട്. അപ്പൊ ദേ നമ്മളെ വണ്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഏഴാങ്കല്ല് വീട് ആകെ കറ പിടിച്ചൂലോ. പെയിന്റ് അടിക്കണം. കുഞ്ഞാരമാമന്റെ കല്യാണമായിട്ട് വേണം പെയിന്റ് അടിക്കണമെങ്കിൽ. മാമ കുളിച്ചിട്ടൊന്നുമില്ല നിന്നിട്ടാ. അമ്മാമത് അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി പൂരപ്പറമ്പിൽ പാടവിശേഷം കാണിച്ചാ ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പോ ഒന്നിലേക്കുള്ള മീനിന്റെ നമ്മള് ആനനെ കാണാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ വണ്ടിയിൽ വരുമ്പോ പറഞ്ഞില്ലേ നമ്മളെ കൊറത്തീരമ്പലം, അതായത് ഗോപാൽചാണ്ട് വീടിന്റെ അവിടെ ആനയുണ്ടെന്ന്. അപ്പൊ ആനനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മള്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ആവശ്യമുണ്ട് ഇവിടെ. ആ കൊടുക്കാനം പൂട്ടിയുടെ വേണ്ടില്ല. പിള്ളേർ അച്ഛനൊക്കെ ദേ പോണു കേട്ടാ. അവര് ദേ പോണു, ഫ്രണ്ടിൽ പോണുണ്ട്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മള് ആനേനെ കാണാൻ വേണ്ടി പോകുന്നു. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ആനേനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവിടെ ദേ നിൽക്കണു ആന, അവിടെ നിൽക്കണത് ഇല്ല, ഇടൂല. അങ്ങനെ നമ്മള് ആനനെ കണ്ട് വന്നിട്ടുണ്ട്. ആനയുടെ പേരുന്ന് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. നൈസാന, അടിപൊളി പൊരിയാന. അപ്പൊ എത്ര ഉള്ളൂ. അപ്പൊ ഇനി നമ്മളിനി ആയിരങ്ങണി അമ്പലത്തിലേക്ക് പോണ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് വരാം. ഓക്കെ, കണ്ട് നിങ്ങളെ ഞാൻ വെറുപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.